ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലേ? എനിക്ക് സുഖമാണ്, അൽഹംദുലില്ലാ. നിങ്ങൾക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോസ് വെച്ചാൽ എൻ്റെ അനുഭവത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ എന്ന് വെച്ചാൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 8ാമത്തെ വർഷമാകുന്നു. അപ്പം ഭർത്താവ് എന്ന് വെച്ചാൽ മുസ്ലിമിലേക്ക് വന്നതാണ്. ക്രിസ്ത്യൻസ് ഉണ്ടായത് മുസ്ലിമിലേക്ക് വന്ന് കല്യാണത്തിന് മുൻപ് ഇവർ മതം മാറിയിട്ട് വന്നതാണ്. പുതിയ ഇസ്ലാമിലേക്ക് വന്നു. അൽഹംദുലില്ലാ, അന്ന് മുതൽ ഇന്ന് വരെ നല്ല നിസ്കാരവും നിലയും എല്ലാം ഉണ്ട്. മുസ്ലിങ്ങൾക്ക് അറിയുന്നതിൻ്റെ കാട്ടി നല്ലോണം നിസ്കാരവും നിലയും ഉണ്ട്. സുന്നത്ത് നിസ്കരിച്ചിട്ടല്ലേ പുറത്ത് പോകും. വണ്ടി എടുക്കുമ്പോൾ സലാത്തും ഫാത്തിഹ ഓതിയിട്ടേ വണ്ടി എടുക്കാറുള്ളൂ. അപ്പം എനിക്ക് 3 മക്കളാണ്. പിന്നെ എന്ന് വെച്ചാൽ 3 മക്കളെ മൂത്ത 2 പെണ്ണും 3ാമത്തെ ആണും. മൂത്ത മോൾക്ക് 6 വയസ്സ് കഴിഞ്ഞു, 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 2ാമത്തെ മകള് UKGയിലേക്ക് പഠിക്കുന്നു. ഇവിടെ നക്ലി സ്കൂളിൽ തന്നെ രണ്ടാളും പഠിക്കുന്നു. 3ാമത്തെ 3 വയസ്സായ ഒരു മോന്. അൽഹംദുലില്ലാ, നല്ല ജീവിതത്തിലായി പോകുന്നു. പക്ഷേ ഞാൻ വാടകയ്ക്ക് ചെറുപുഴ പാടിച്ചാലിരുന്ന നക്ലി അറിഞ്ഞ സ്ഥലത്ത് വാടകയ്ക്ക് വന്നിട്ട് 3ാമത്തെ വർഷമാകുന്നു. അതിൻ്റെ മുൻപ് ഞാൻ നീലേശ്വരം ഓർച്ച എന്ന് പറഞ്ഞ സ്ഥലത്ത് വാടകയ്ക്ക് ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ ആ ഒരു വർഷമാകുമ്പോൾ ഞാൻ വേറെ താമസം പോയിന്. പിന്നെയെന്ന് വെച്ചാൽ ഇവർക്ക് ടാപ്പിങ് കൊറോണ ടൈമിന് ഇവർക്ക് ഷോപ്പെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ കൊറോണ ടൈമിന് എന്ന് വെച്ചാൽ ചെറുപുഴയിൽ ഷോപ്പ് ഉണ്ടായതാണ്. അൽഹംദുലില്ലാ, ആ കട ഇപ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോവട്ടീനും. പക്ഷേ ആ കൊറോണ ടൈമിന് നീലേശ്വരത്തു നിന്ന് ഇവർക്ക് ഇങ്ങോട്ടേക്ക് വരാനാകുന്നില്ല. അങ്ങനെ എൻ്റെ ഭർത്താവിന് എന്തൊക്കെയെന്ന് വെച്ചാൽ കൊറോണ ടൈമിന് ഭയങ്കര ബാധ്യത വന്നു. വാടക പെൻഡിങ് ആയി. അങ്ങനെ ഒരു മാസം 11,000 ഉറുപ്പ്യ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ അത് 3 മാസമായി. 3 മാസത്തേക്ക് 33,000 ഉറുപ്പ്യയായി വന്നു. അങ്ങനെ ഇവർക്ക് ബാധ്യതയായി കട കൊടുത്തു. ഇവരും വീട്ടിലായിട്ട് നല്ല ഇല്ലാന്ന് നമ്മളോടും നല്ല ഇതില്ല, മോശമില്ല. കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു ദേഷ്യം ഉണ്ടായിന് ഇവർക്ക്. വീട്ടിലത്തെ എന്തായിട്ടും ഉണ്ടാവുമല്ലോ ഒരു മോനെ. അവരെ വിചാരം ഞാൻ വശീകരിച്ചിട്ട് എടുക്കുന്നത്. പക്ഷേ ഞാൻ സ്നേഹിച്ചത് എല്ലാവരും ചോദിക്കലുണ്ട്, നീയും ലവ് മാരേജ് ആക്കിയത്. പക്ഷെ ലവ് മാരേജ് ആക്കിയതല്ല, എല്ലാവരും അറിഞ്ഞിട്ടുള്ള കല്യാണമാണ്. ഇപ്പം മക്കളായി. പിന്നെ അൽഹംദുലില്ലാ, ഇവരെ വീട്ടിലത്തെ ഇവർ മാത്രമേ മതം മാറിയിട്ട് ഇവരെ അമ്മക്കെല്ലാം നല്ല സ്നേഹമാണ് മക്കളോട്. പിറന്നാളിനും മക്കളെ ബർത്ത്ഡേ ഉണ്ടെങ്കിലും എല്ലാം കൊടുത്തയക്കും. എല്ലാ സാധനവും അങ്ങനെ കൊടുത്തയക്കലുണ്ട്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോകും, ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകും. അച്ഛൻ മരിച്ച സമയത്ത് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. നല്ല ഇത് തന്നെ, എവിടെ കണ്ടാലും അമ്മ നല്ല ഇത് തന്നെ. അങ്ങനെ എൻ്റെ ഭർത്താവിനോട് ഞാൻ പറയും, ഏത് മതമായാലും നിങ്ങളെ അമ്മ തന്നെ. അപ്പോൾ അവിടെ പോയി നല്ല ഇതിൽ തന്നെ അവരെ സ്നേഹിക്കും ഇതാക്കുകയും ചെയ്യണം. അവരെന്ത് ആദ്യമെല്ലാം ഇവരെ ദേഷ്യപ്പെടലും ഇതാക്കലും ഉണ്ട്. കല്യാണം കഴിഞ്ഞപ്പം മക്കളായി പിന്നെ അത് മാറി. അച്ഛനുള്ള കാലം എന്ന് വെച്ചാൽ ഞാൻ കടയിലേക്ക് പോകും. നീലേശ്വരത്തിൻ്റെ കടയിലേക്ക് പോകുമ്പോൾ അച്ഛൻ മക്കളോടെല്ലാം നല്ല സ്നേഹമാണ്. അപ്പം 2 മക്കളെ ഉണ്ടായില്ലോ എനിക്ക്, 2 മൂത്തത്. പിന്നെ അവിടെ എന്ന് വെച്ചാൽ അച്ഛൻ 2 വർഷമായി മരിച്ചിട്ടിപ്പം. അപ്പോൾ ഇപ്പോൾ നല്ല ഇതന്നെ, എല്ലാവരുമായിട്ട് നല്ല ഇതായിട്ടാണുള്ളത്. പിന്നെ ഇപ്പം ഞാൻ വാടകയ്ക്ക് തന്നെ താമസം. 5 സെൻറ്റ് സ്ഥലം, ഒന്നുമില്ല. ഇവരെന്ന് വെച്ചാൽ ടാപ്പിങ്ങിന് ഉണ്ടായിന്. ടാപ്പിങ്ങിന് എന്ന് വെച്ചാൽ ഇപ്പോൾ 1.5 വർഷമായി. ഇപ്പം എറണാകുളം ടാപ്പിങ്ങിൻ്റെ ആ വളപ്പെല്ലാം ആ പറമ്പെല്ലാം ഫുള്ള് ഈ കവുങ്ങിൻ തോട്ടാക്കി, മരം വെട്ടിയിട്ട് കവുങ്ങിൻ തോട്ടാക്കി. പിന്നെയെന്ന് വെച്ചാൽ അവിടെ ടാപ്പിങ് എടുക്കാൻ കഴിയൂല. അപ്പം നാട്ടിൽ കുറേ ബുദ്ധിമുട്ടി. രാത്രി ഉറക്കില്ലാത്ത സമയത്ത് 1 മണിക്കും 2 മണിക്കും പോയി ടാപ്പിങ് ചെയ്യും. അങ്ങനെ ഉണ്ടാക്കി ഷീറ്റ് ഉണ്ടാക്കി ഇതാക്കിയിട്ട് അതിങ്ങനെ കുറേ അധ്വാനിച്ചിട്ട് ജീവിച്ചതാണ്. എന്തായാലും വാടക കൊടുക്കണം. 3 മക്കളായി. ചിലവും വാടക എല്ലാവും ആവൂലാറിൻ്റെ ഇവർ കുറേ കഷ്ടപ്പെട്ടിനി. അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഇവിടുത്തെ എത്തി. ഇപ്പം അൽഹംദുലില്ലാ 1.5 വർഷമായി എറണാകുളം ഹോട്ടലിലാണ് ഇപ്പം ജോലി. ഇവർ ലീവിന് വരും. ലീവിന് വന്ന് 2-3 ദിവസം നിൽക്കും, പോകും. അങ്ങനെയാണ് ഉണ്ടായി. ഇപ്പം 1 മാസമായി അവർക്ക് പണി കുറവുണ്ടായിന്. ഇപ്പം അൽഹംദുലില്ലാ, ഇപ്പം കഴിഞ്ഞ ആഴ്ച പോയി 10 ദിവസമായി ഇന്നേക്ക് പോയിട്ട്. പഠിച്ചോ വിചാരിച്ച പണിക്ക് ഒരു മോശവും ഇല്ല, നല്ല ഇതിൽ തന്നെ പോകുന്നുണ്ട്. നമുക്ക് അധികവും ഇല്ല, വാടക കൊടുക്കേണ്ട പൈസയും എല്ലാം ഇതാകുന്നുണ്ട്. പിന്നെ വെച്ചാൽ 5 സെൻറ്റ് സ്ഥലം, അതാണ് കാര്യമായിട്ടില്ല. വാടക ഒഴിഞ്ഞ് കിട്ടിയാൽ ചിലവ് എങ്ങനെയായിട്ടും കഴിയാം. വാടക 400-500 മാസത്തിൽ കൊടുക്കണം. എത്ര പെട്ടെന്ന് ഇപ്പം ഇന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് വാടകയായി. സമയം പോകേണ്ട, ദിവസം പോകേണ്ട ഇതില്ല ഇപ്പം. അപ്പം പടച്ചോനടിങ്ങ് കണക്കാക്കിയിട്ടുണ്ടാവും. അതുവരെ ക്ഷമിച്ച് നിൽക്കാം.
അത്രയേ ഉള്ളൂ. പിന്നെ ഈ യൂട്യൂബിൽ വരുന്നതെല്ലാം എൻ്റെ മാപ്പിളുടെ സമ്മതത്തോടെ തന്നെ. മാപ്പിള പറയും നിനക്കെന്താ ഇഷ്ടം അത് നീ ചെയ്തോ. എല്ലാം ഇങ്ങനെ കുറേ ചങ്ങായിമാരുണ്ട്, അവർ നല്ലതിൽ തന്നെ നിൽക്കും. അവരും സപ്പോർട്ട് എല്ലാവരും ഉണ്ട്, സപ്പോർട്ടായിട്ട് എല്ലാവരും ഉണ്ട്, കുടുംബക്കാരായിട്ട് ഇതാക്കിയിട്ട് എല്ലാവരും സപ്പോർട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഇതന്നെ എനിക്ക്. അപ്പം ഇത്രക്കല്ല കുറേ ഉണ്ട്. പക്ഷേ അതുപോലെ തന്നെ എൻ്റെ മക്കൾക്ക് എന്ന് വെച്ചാൽ സ്കൂളിൽ UKG ഫ്രീ പ്രൈമറിയിലും ഒരാൾ പഠിക്കുന്നുണ്ട്, മറ്റാൾ UKGന്ന് 1ലേക്ക് പോയി. ടീച്ചർമാരായിട്ട് നല്ല സപ്പോർട്ടിങ് ആണ്. താഴത്തെ ഫ്രീ പ്രൈമറിലത്തെ ടീച്ചർമാരായാലും മുകളിലത്തെ ടീച്ചർമാരായാലും നല്ല ഒരിതാണ്. പിന്നെ ഇവിടെ വാടകക്കാർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, നല്ല ഇതാണ്. നമ്മൾ ഉണ്ടായാലും വാടകക്കാർ നല്ല ഇലന്നെ ഉണ്ടായത്. എന്താ വെച്ചാൽ നമ്മൾ പെൻഡിങ് ആക്കില്ല, എങ്ങനെയായിട്ടും പെൻഡിങ് ഇല്ലാതെ തന്നെ പോകുന്നുണ്ട്. പൈസ അങ്ങനൊന്നും പണിയില്ലെങ്കിലും പെൻഡിങ് ഇല്ലാതെ തന്നെ ഇതുവരെ പോയിട്ട് പോകുന്നുണ്ട്. അത് മുന്നോട്ട് തന്നെ ഇതേപോലെ പോകട്ടെ, കടവില്ലാതെ പോവട്ടെ എന്ന് വിചാരിക്കുന്നില്ല. പഠിച്ചെന്നെങ്കിലും നമുക്ക് കണക്കാക്കിയിട്ടുണ്ടാവും, അത്രേ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെന്ന് വെച്ചാൽ വേറെ പറയാന്ന് വെച്ചാൽ വീടെന്ന് വെച്ചാൽ ഒരു ചെറിയ വീട്ടിലാണ് ഉണ്ടായത് ഞാൻ ആദ്യം. രണ്ടാമത് അവിടെ നിന്ന് രാത്രിയിൽ എന്ന് വെച്ചാൽ ചെറിയ ഓടിട്ട വീട്. അവിടെ എന്ന് വെച്ചാൽ രാത്രി ഭർത്താവ് എറണാകുളം ഉണ്ടായത്. ആ സമയത്ത് ഞാനും മക്കളെ ഉണ്ടായില്ലു. കഴിഞ്ഞ വർഷം നബിദിനത്തിൻ്റെ ഒരു 2 ദിവസം മുൻപാണ്, ഒരാഴ്ച മുൻപ് അങ്ങനെ എന്തോ ആയിരുന്നു. ആ സമയത്ത് നമ്മൾ കടന്നുറങ്ങുന്ന സമയത്ത് രാത്രി ലൈറ്റെല്ലാം ഓഫാക്കിയിട്ട് കിടക്കുന്നു. അവിടെ ഫുള്ള് എലിൻ്റെ ശല്യമുണ്ട്. പിന്നെ എലിൻ്റെ ശല്യം ഭയങ്കരമാണ്. അങ്ങനെ എലിൻ്റെ ശല്യം കൊണ്ട് നമ്മൾ കിടക്കുമ്പോൾ എലിയായെങ്കിലും പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സെല്ലാം കുറേ നശിപ്പിച്ചിന്. ഒരു ദിവസം ഞാനും പിള്ളേരും രാത്രി കിടക്കുന്ന സമയത്ത് ഒന്നും വീകുന്ന എൻ്റെ കയ്യിൽ വീണ്. ഞാനെന്താക്കി വിചാരിച്ചു, പിള്ളേരെ എല്ലാവരും 3 മക്കളും ഞാനൊരു കട്ടില്ലാതെ കിടക്കുന്നു. കുഞ്ഞിൻ്റെ കയ്യാമട്ട എൻ്റെ മുഖത്തേക്ക് അടിച്ചതായിരിക്കും എന്ന് പറഞ്ഞിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ലൈറ്റ് ഇടുമ്പോൾക്ക് പാമ്പ്. പിള്ളേരെല്ലാം ഉറക്കിലായില്ലത്. അങ്ങനെ ഉറങ്ങി ഞാൻ എന്തൊക്കെ ഉറക്കിലെ വിളിച്ച് പാമ്പ് എന്ന് പറയാൻ എനിക്ക് വായിന്ന് പച്ച വരുന്നില്ല, പാമ്പ് എന്ന് പറയാൻ. അങ്ങനെ അവരെ താഴത്തെ വീട്ടിലത്തെ ഒരു ഏട്ടനുണ്ട്, ഷാജി ഏട്ടൻ എന്ന് പറഞ്ഞിട്ട്. അവരെ ഞാൻ വിളിച്ച് അവർ വന്നിട്ട് അവർ വീട്ടുകാരെല്ലാം വന്നിട്ട് നോക്കുമ്പോൾക്ക് വളയിപ്പാൻ അതിനെ കൊന്നു. അപ്പം എൻ്റെ മോള് ഉറക്കിലെ 2 മണിക്കാണ് ഞാൻ വിളിച്ചത്, മൂത്ത മോളെ. ഒക്കെ ഒരു ബുദ്ധി വരാനായിട്ട്, മറ്റേതിനും ബുദ്ധി വരാനായില്ലല്ലോ. ഒരാൾക്ക് 5 വയസ്സ് കഴിഞ്ഞതേലേ ഇപ്പം. അപ്പം ഓൾ ഉറക്കിലെ വിളിച്ചതിൽ ഓൾ ഷോക്കായി പോയി. പിന്നെ 1 മാസം വരെ സ്കൂളിൽ നല്ല മാർക്കെല്ലാം മണിക്കുന്ന സ്കൂളിൽ പോയിട്ട് ഒരു മന്ദത ടീച്ചറോട് പറയും ഞാൻ വീട്ടിൽ പോകുന്നില്ല ടീച്ചർ, എനിക്ക് പേടിയാണ്, ഞാൻ പുറത്തുതന്നെ നിന്നോളെന്ന് പറഞ്ഞു. സ്കൂൾ വിട്ടതിന് പുറത്തുനിന്ന് ചായയും കുടിച്ച് നേരെ വീട്ടിൽ അയൽവാസിയുണ്ട്, അവിടെ പോയിട്ട് നിൽക്കും. അവിടുന്ന് രാത്രി എങ്ങനെ പറഞ്ഞാലും ഓൾ വരില്ല. അങ്ങനെ ഉസ്താദിനോട് ഞാൻ മദ്രസയിൽ പോയിട്ട് പറയുള്ളൂ, ഉസ്താദ് പാമ്പ്, എൻ്റെ കാക്ക് പാമ്പ്, എൻ്റെ മേക്ക് പാമ്പ്, അങ്ങനെ പറഞ്ഞു കൊടുക്കും ഷോക്കിൽ തന്നെ. അങ്ങനെ ഉസ്താദെല്ലാം മാറ്റിയെടുത്ത് ടീച്ചർ പറഞ്ഞു എനിക്ക് പാമ്പുണ്ടായില്ല, സ്മിത ടീച്ചറാണ്. അങ്ങനെ ടീച്ചർ പറഞ്ഞു എനിക്ക് പാമ്പുണ്ടായില്ല ശരി, നീ എന്താക്കുന്ന വെച്ചാൽ വീട്ടിൽ പോയിട്ട് ഉമ്മ പാമ്പിനെല്ലാം പായിച്ച് നമുക്ക് വേറെ വീട്ടിൽ പോവാം എന്ന് പറഞ്ഞിട്ട് ആടുന്ന് മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു വീട് തന്നെ എടുത്തത്. എന്താണെന്ന് വെച്ചാൽ അപ്പം എൻ്റെ ചങ്ങായിമാർ ഫുള്ള് അവിടെ വന്നിട്ടുണ്ടായിന്. കഴിഞ്ഞ വർഷം എല്ലാവരും ട്രാവലറാക്കി നീലേശ്വരത്ത് എല്ലാവരും വന്നിട്ട് അവരെല്ലാം കരഞ്ഞിട്ട് പോയതാണ്. നീയായിട്ട് ഇവിടെ നിൽക്കുന്നത് ഈ ചെറിയ വീട്ടിൽ, ഒന്നാമത് വൃത്തിയാക്കിയാലും വൃത്തിയാകാതെ വീടാണിത്, ഒന്നാമത് നിന്നെല്ലാം സമ്മതിക്കണം, നീ ടൗണിലെല്ലാം നിന്നവൾക്ക് നിനക്ക് ഇങ്ങനെ ഞാൻ പറന്താക്കൽ ഒരാൾ നിവൃത്തിയല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ വീട് ഇവിടെ പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെ വീട് വരുതി, മക്കൾക്ക് വേണ്ടി ഒരു വീട് വരുതി. ഇപ്പം 4500 വാടക, മുൻപ് 3000 ഉണ്ടായത്. 4500 കൊടുത്താലും മോശമില്ല, നല്ല ഫുള്ള് ടൈലിട്ട വീടാണ്. അപ്പം ഇനി എവിടെ പോകുന്നൊന്നും എനിക്കറിയില്ല. എന്താ വെച്ചാൽ വീട് ഇപ്പോൾ വാടകയ്ക്ക് നിൽക്കുന്ന ഒരു 5 സെൻറ്റ് സ്ഥലമോ എന്തെങ്കിലും ആയിട്ട് ഒരു ചാപ്പ അത്രേ ഉദ്ദേശിക്കുന്നു. വലിയ വീടൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു ചാപ്പ വാടക കൊഴിഞ്ഞ് കിട്ടിയാൽ മതി, അത്രയൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വലിയ ആർപ്പാടമൊന്നും എനിക്ക് വേണ്ട. എന്താണെന്ന് വെച്ചാൽ അത്രക്കും വാടക കൊടുത്ത് ഇപ്പം 3 വീട് കെട്ടേണ്ട വാടകനെ തീർന്നു ഇപ്പോൾ പൈസ, വീട് വാടക കൊടുത്തിട്ട് അത്രക്കും ഇതായിട്ടാണ്. എന്താ വെച്ചാൽ ഈ യൂട്യൂബിൽ വരാൻ കാരണം തന്നെ ഒരു മെച്ചാണ്. എന്താ വെച്ചാൽ ഷമീർ ചക്ക ജോലിക്ക് പോകുന്ന ഒന്നും ഇഷ്ടമല്ല, വീട്ടിൽ നിന്ന് എന്ത് വേണമെങ്കിൽ ചെയ്തോ അതിന് ഞാൻ സപ്പോർട്ടാണ്. ജോലിക്ക് പോകേണ്ട അത് വേറൊന്നുമല്ല. പിള്ളേർ 3:30 ആകുമ്പോൾ വീട്ടിലേക്ക് വരും,
അപ്പം രാവിലെ പോകുന്നത് 9:45. അപ്പം ആ സമയത്ത് എനിക്ക് ആ സമയത്ത് നിൽക്കാനാവൂലേ. അതുമല്ല പിള്ളേർ വരുമ്പോൾ നീ എത്തൂല, അതും പിള്ളേർക്ക് ശ്രദ്ധയില്ലാതാവും. അതുകൊണ്ട് പിള്ളേർ ഒരു പ്രായമാവട്ടെ, എന്നിട്ട് നിനക്ക് ജോലിക്ക് വേണമെങ്കിൽ ജോലിക്ക് പോവാം. ഇപ്പം നീ എവിടെയും പോവേണ്ട, നീ വീട്ടിൽ നിന്ന് എന്ത് വേണമെങ്കിലും നീ ചെയ്തോന്ന് പറഞ്ഞില്ല ഞാൻ ചെയ്യുന്നത് തന്നെ. പിന്നെയെന്ന് വെച്ചാൽ ഇതന്നെ, വാടക കൊടുക്കാനാവുന്നില്ല. എത്ര മാസം തോറും 4,500 വാടക, ഗ്യാസ്, കറണ്ട് ബില്ല്, ചിലവ്. ഇപ്പോൾ മക്കളെ ചിലവ് നിങ്ങൾക്ക് അറിയാമല്ലോ, ചെറിയ മക്കൾക്കില്ല ചിലവ് എന്തായിട്ടും അറിയാതിരിക്കില്ലല്ലോ. പലഹാരങ്ങളായിട്ടും പെൻസിലായിട്ടും ബുക്കായിട്ടും. ചെറിയ മക്കളല്ല ഒന്നാമത്, മൂത്തതിന് തന്നെ 6 വയസ്സ് കഴിഞ്ഞ 7ാമത്തെ വയസ്സ് തുടങ്ങുന്ന വരുമ്പോൾ തന്നെ ആലോചിക്കാനായില്ലോ. അപ്പം ഇത്രയൊക്കെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ, ബൈ ബൈ.